ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതിൽ നമുക്ക് പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല ഒരു അടിപൊളി പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എന്തായാലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. പിന്നെ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാലയില്ലേ അതൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതാ ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഓയിലിൽ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമേ മസാല ചേർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് കോരി മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ആ ചിക്കനൊക്കെ ഫുള്ളായിട്ടൊന്ന് കോരി മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 8 അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പം അത്യാവശ്യം ഓയിലുണ്ട് കേട്ടോ. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് ഓയിൽ എടുത്തുകൊണ്ട് തന്നെ ഇതിൽ ഓയിൽ നല്ലപോലെ ബാക്കിയുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 ചെറിയ സവാള ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. പിന്നെ ഒരു ക്യാപ്സിക്കും ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് ഒരുപാട് കുക്ക് ചെയ്യേണ്ടതെന്നാണെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. എനിക്ക് അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് വന്നിട്ട് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാനിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒന്ന് തുറന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ക്രഷ് ചെയ്ത കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലുള്ള വെജിറ്റബിൾസ് ഒരുപാടങ്ങ് കുക്കായിട്ടൊന്നും ഇല്ല കേട്ടോ. ഒരു പകുതി ഭാഗമൊക്കെ കുക്കായിട്ട് വന്നിട്ടേ ഉള്ളൂ. അത്രമാത്രം ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഒരു കൈപ്പിടി നിറയെ തന്നെ മല്ലിയില ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ലപോലെ അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പാസ്ത ഞാൻ ഓൾറെഡി വേവിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി കാണിച്ചിട്ട് ഒരുപാട് ലെങ്ത് ആക്കേണ്ട വീഡിയോ എന്ന് കരുതിയിട്ടാണ്. നമ്മൾ മാക്രോണിയൊക്കെ വേവിച്ചെടുക്കില്ലേ അതുപോലെ വേവിച്ചെടുത്താൽ മതി. കുറച്ച് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഉപ്പും ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒലീവ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ഹാലപ്പിനോ പിക്കിളില്ലേ അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഞാൻ ഈ ചെയ്തതുപോലെ തന്നെ കുറച്ച് വെള്ളത്തിൽ വിനാഗിരി കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ പച്ചമുളകില്ലേ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു 2-3 മണിക്കൂർ നേരം വെച്ചതിന് ശേഷം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസില്ലേ അതൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതാ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 25 ഗ്രാം അളവിൽ ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ടൈമിലൊക്കെ ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10-30 സെക്കൻഡൊക്കെ നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി.
എന്നിട്ട് ആ മൈദ ബട്ടറിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1/2 ലിറ്റർ അളവിൽ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പാല് ഫുള്ളായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു അളവിൽ നമുക്ക് 1/2 കിലോയുടെ പാസ്ത പാക്കറ്റില്ലേ അത് ചെയ്തെടുക്കുന്ന അളവാണ് കേട്ടോ. അപ്പോൾ ഇത് പാലൊക്കെ ഫുള്ളായിട്ട് തന്നെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് ചെയ്തെടുക്കാനായിട്ട് കുറച്ചധികം സമയം എടുക്കും. ഇത്രയും ക്വാണ്ടിറ്റിയിൽ പാലെടുത്തതല്ലേ, അപ്പോൾ അതൊന്ന് കുറുക്കി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. മൈദയൊന്നും അടുക്കി പിടിക്കാണ്ടൊന്ന് നോക്കണം കേട്ടോ. മൈദയൊക്കെ അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇതാ ഇടയ്ക്കിടയ്ക്കൊന്ന് പോയിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. കുറച്ചധികം ടൈം എടുത്തിട്ട് വേണം നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവും, അതിൻ്റെ ടേസ്റ്റ് മാറുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇതൊന്ന് കുറുക്കി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഒരുപാടൊന്ന് കുറുക്കി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് കുറുക്കി വരാനായിട്ട് തുടങ്ങിയാൽ മാത്രം മതി. കാരണം ഇത് കുറച്ച് കഴിയുമ്പം തണിയുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കുറുക്കി വന്നോളും. നമ്മളിതിൽ മൈദ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് തന്നെ നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 2 സ്ലൈസ്ഡ് ചീസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതുകൂടി ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം ഒന്ന് തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും. അപ്പോഴേക്കും ഇത് റെഡി ആയിക്കോളും. ഈ ഒരു തിക്നെസ്സിൽ മതിയായിട്ടോ. ഇനി ചൂടാറുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വന്നോളും. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസിൻ്റെയും ചിക്കൻ്റെയും മിക്സില്ലേ അതെടുക്കുന്നുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ പാസ്ത വൈകുന്നേരം റെഡിയാക്കി വെച്ചുകൊണ്ട് തന്നെ അതൊന്ന് ചൂടാറിയിട്ട് കട്ട പിടിച്ച പോലെ ആയിട്ടുണ്ട്. പക്ഷേ ഇളക്കി കൊടുക്കുമ്പോഴേക്കും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ വൈറ്റ് സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ മതിയാവും. ഇനി ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ. നമുക്ക് ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിട്ടുന്ന റെസിപ്പിയാണ്. ഇനി കുട്ടികൾക്കാണെങ്കിലും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഒരുപാട് ടൈം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിനായിട്ട്. പാസ്തയൊക്കെ നമ്മൾ ആദ്യമേ വേവിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.